ബാലരാമപുരത്ത് 40 കിലോ കഞ്ചാവ് പിടികൂടി. കാട്ടാക്കട സ്വദേശി ഷൈജു മാലിക്കിൽ നിന്നാണ് കഞ്ചാവ് കണ്ടെടുത്തത്. പുതുവത്സര വിപണി ലക്ഷ്യമിട്ടായിരുന്നു കഞ്ചാവ് എത്തിച്ചത്. സലീം മാലിക് ചേർന്നു. സലീം, പുതുവത്സരത്തിൽ ലഹരി നിറക്കാൻ മാഫിയകൾ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അല്ലേ? സുഹൈൽ, ബാലരാമപുരത്താണ് ഇന്ന് ഇത്തരത്തിലൊരു കഞ്ചാവ് വേട്ട നടന്നിരിക്കുന്നത്. മാത്രമല്ല MBA ബിരുദധാരിയായ പൂവച്ചൽ സ്വദേശി ഷൈജു മാലിക്കിൽ നിന്നാണ് ഈ കഞ്ചാവ് പിടികൂടിയിരിക്കുന്നത്. വളരെ സാഹസികമായാണ് എക്സൈസ് ഇത്തരത്തിലൊരു നീക്കം നടത്തിയത്. തിരുവനന്തപുരം ഭാഗത്ത് നിന്ന് 40 കിലോയിലേറെ കഞ്ചാവുമായി പോകുമ്പോഴായിരുന്നു ബാലരാമപുരം ജംഗ്ഷന് സമീപത്ത് വെച്ച് കഞ്ചാവ് പിടികൂടുന്നത്. ഇന്ന് വൈകുന്നേരം 7 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ എക്സൈസ് എൻഫോഴ്സ്മെന്റ് സംഘം അന്യസംസ്ഥാന രജിസ്ട്രേഷനിലുള്ള കാർ പിന്തുടർന്ന് പിടികൂടിയത്. ദിവസങ്ങളോളം നടത്തിയ നിരീക്ഷണത്തിനൊടുവിലാണ് ഈ കഞ്ചാവ് വേട്ട നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. MBA കാരനായ ഷൈജു വിദ്യാർത്ഥികൾക്കുൾപ്പെടെ കഞ്ചാവ് വിൽക്കുന്നതിനായാണ് ഇത് നാട്ടിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് പറയുന്നത്. ബാലരാമപുരത്തും സമീപ പ്രദേശങ്ങളിലും ഉള്ളവരെ കേന്ദ്രീകരിച്ച് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടന്നിരുന്നു. ആന്ധ്രാപ്രദേശിൽ നിന്നും കൊണ്ടുവന്ന കഞ്ചാവാണ് പിടികൂടിയത് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. ഷാഡോ സംഘമായിരുന്നു ഇതിന് നേതൃത്വം നൽകിയത്. മാത്രമല്ല, ഇതിന് പ്രധാനപ്പെട്ട കാര്യം ഈ പുതുവത്സര ആഘോഷവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരത്തിലും മറ്റ് സ്ഥലങ്ങളിലുമായി കഞ്ചാവ് വിൽപ്പന വ്യാപകമാണ് എന്നൊരു സൂചന പോലീസിനും എക്സൈസിനും ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി വലിയ നിലയിലുള്ള പരിശോധനയും ഒപ്പം തന്നെ ഈ അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള എത്തിക്കുന്ന കഞ്ചാവുകൾ ഉൾപ്പെടെയുള്ളവ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണവും തിരച്ചിലും നടക്കുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ 2-3 ദിവസത്തെ അന്വേഷണത്തിനൊടുവിൽ രഹസ്യ നിരീക്ഷണത്തിനൊടുവിൽ ഇപ്പോൾ ഷൈജു മാലിക് പിടിയിലായിരിക്കുന്നത്. സുഹൈൽ.